റബ്ബർ കർഷകരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് പി.സി. ജോർജ് ഉപവാസം തുടരുന്നു. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ രാവിലെ 8 മണിക്കാണ് ഉപവാസ സമരം ആരംഭിച്ചത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, എങ്ങനെ പുരോഗമിക്കുന്നു സമരം? ഹരി, രാവിലെ 8 മണി മുതലാണ് അതിന്റെ ഉപവാസ സമരം ആരംഭിച്ചത്. സമരം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ നേതാക്കൾ, അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഇതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, ഉപവാസ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ NPP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു. റബ്ബർ വിലയിടിവിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന നിലപാടുകൾ, നയങ്ങൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പി.സി. ജോർജിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് സമരം ആരംഭിച്ചിട്ടുള്ളത്. കോട്ടയത്ത് നിരവധി പേരുടെ ഉപജീവന മാർഗമായ റബ്ബർ കൃഷി അതിന്റെ ഏറ്റവും ദുരന്തമുഖത്തെ നേരിടുന്ന ഈ അവസരത്തിൽ പോലും കേന്ദ്ര സർക്കാരുകൾ യാതൊരു നടപടിയും സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നു. പ്രഖ്യാപിച്ച പാക്കേജുകൾ നടപ്പാക്കുന്നില്ല, നിലപാടുകൾ ശക്തമാക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലും സംസ്ഥാന സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. ഇതിൽ പ്രതിഷേധം വളരെ ശക്തമാണ്. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഉപവാസ സമരത്തിലും കാണാൻ കഴിയുന്നത്. നിരവധിയായവർ ഇതിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. മുൻ MP സുരേഷ് കുറുപ്പ്, അതോടൊപ്പം തന്നെ കുട്ടനാട് വികസന സമിതി ചെയർമാനായിരുന്ന തോമസ് പിനിയാനിക്കൽ തുടങ്ങിയവർ, അതോടൊപ്പം തന്നെ വിവിധ സഭാ നേതൃത്വങ്ങൾ തുടങ്ങിയവരുടെ പ്രതിനിധികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് R. ബാലകൃഷ്ണപിള്ള ആണ് സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്.